ഗാസ ട്രംപ് ഇങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും അമേരിക്കൻ പട്ടാളത്തെ ഒരിക്കലും ഗാസയിലേക്ക് അയക്കില്ല എന്നും പറയണു. അതിൻ്റെ ഉദ്ദേശം ഇസ്രായേൽ തന്നെ പിടിച്ചു കൊടുക്കണം എന്നാണ് ട്രംപ് ഇപ്പോൾ പറയണത്. അപ്പോൾ ഇതിലൊരു നല്ലൊരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ ഒരു ഫോമിലേക്കാണോ ട്രംപ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ട്രംപിൻ്റെ ആദ്യത്തെ പ്രതികരണം തന്നെ എങ്ങനെ ആയിരുന്നല്ലോ, ഗാസ ഞാനിങ്ങ് എടുക്കുകയാണ്, ഗാസയെ ഞാനൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും. ആ വാചകങ്ങൾ അത് റിയൽ എസ്റ്റേറ്റുകാരൻ്റെ വാചകം തന്നെയാണ്. ട്രംപിന് ഏറ്റവും പരിചിതമായ ഒരു വ്യവസായവും റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. പക്ഷേ നമ്മളുടെ മുന്നിലിപ്പോൾ ഉയരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗാസ എന്ന് പറയുന്നത് വെറും ഒരു പ്രദേശമല്ലല്ലോ, അത് ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്നതായിട്ടുള്ള ഭൂപ്രദേശമാണ്. ഒരു രാഷ്ട്രത്തെ, ഒരു സ്റ്റേറ്റിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിർണായകമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ഒരു പരമാധികാരം, സോവറിൻ പവർ എന്ന് പറയും, അത് ഗാസക്ക് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തത്, അതിനൊരു ഫ്രോണ്ടിയർ, അതിർത്തി എന്ന് പറയുന്നു. ആ അതിർത്തിയും ഇപ്പോൾ ഗാസയ്ക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്, അതിൽ ഒരു ജനത, ആ ജനതയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വിശദീകരിക്കാൻ പറ്റാത്ത തരത്തിൽ വളരെ ഒരു എല്ലാവരും കൂടി കൂടിച്ചേർന്ന് കലർന്ന് കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ജനത അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോയ ആളുകൾ തിരിച്ചു വരുന്നതിൻ്റെ പടങ്ങളൊക്കെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാവരും കൂടി ചേരുന്ന സമയത്താണ് ഒരു സ്റ്റേറ്റായിട്ട് രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേറ്റിനെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാൾക്ക് വാങ്ങാൻ പറ്റില്ല. വാങ്ങാനോ വിൽക്കാനോ പറ്റുന്ന ഒരു ഉൽപ്പന്നമല്ല രാഷ്ട്രം എന്ന് പറയും. ട്രംപ് അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. ട്രംപ് ഇപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ അദ്ദേഹം പരിശോധിക്കുമ്പോൾ അതൊരു ഭൂപ്രദേശം മാത്രമാണ്. ആ ഭൂപ്രദേശമാകട്ടെ ഇസ്രായേലിൻ്റെ അധീനതയിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ പട്ടാളത്തെ അയക്കില്ല, പക്ഷേ ഇസ്രായേൽ ആ രാജ്യം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും, അപ്പോൾ ഞങ്ങളത് എടുക്കും എന്നാണ് പറയുന്നത്. അത് എന്തുദ്ദേശത്തോടു കൂടിയാണ് എന്ന് മനസ്സിലാകാത്തതിൻ്റെ പേരിലായിരിക്കണം ട്രംപിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രങ്ങൾ പോലും അതിനെ എതിർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതൊരു പുതിയ പ്രതിഭാസമാണ്. ഇതുവരെ ലോകത്തില്ലാത്ത തരത്തിൽ ഒരു യുദ്ധപ്രക്രിയയും അതിൻ്റെ യുദ്ധാനന്തര മാറ്റങ്ങളെയും വ്യാഖ്യാനിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അതിക്ക് മുമ്പ് തന്നെ അദ്ദേഹം പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്ന ഇത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരവും സുന്ദരവുമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു ടൂറിസ്റ്റ് കോംപ്ലക്സ് ആയിട്ട് ഗാസയെ മാറ്റും എന്നതാണ് അതിലദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ഉള്ള അപകടം എന്ന് പറയുന്നത്, ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ ഈ യുദ്ധം അവസാനിക്കുന്ന സമയത്തുള്ള അതിൻ്റെ ഉടമ്പടികളൊക്കെ ഉണ്ടാവണം. ഇപ്പോൾ വെറുതെ യുദ്ധം നിർത്തി എന്നുള്ളതല്ലാണ്ട് ഒരു വെടിനിർത്തൽ മാത്രമായിട്ട് ഇത് അവസാനിക്കുന്നില്ല. അതിനുശേഷം വെടിനിർത്തൽ പൂർണ്ണമായിട്ട് സാക്ഷാത്കൃതമാകണമെങ്കിൽ ഈ ഗാസയും അതേപോലെ തന്നെ എന്ന് വെച്ചാൽ പലസ്തീനും ഇസ്രായേലും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ആ ഉടമ്പടി ഉണ്ടാവുമോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. ഇത് ഏകപക്ഷീയമായിട്ട് ഇസ്രായേൽ തീരുമാനിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഉടമ്പടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ പലസ്തീനില്ല, അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്നതായിട്ടുള്ള കൺസെപ്റ്റ് തന്നെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കപ്പെടും. ഗാസ എന്ന് പറയുന്നത് ട്രംപ് കൊണ്ടുപോകുന്നു, ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലസ്തീൻ്റെ അവശിഷ്ടങ്ങളായിട്ട് കിടക്കും എന്നല്ലാണ്ട് പാലസ്തീൻ ഒരിക്കൽ പോലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പരമാധികാരമുള്ള ഒരു പട്ടാളമുള്ള ഒരു സർക്കാരുള്ള ഒരു സംവിധാനമായിട്ട് നിലനിൽക്കാനായിട്ടുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ അമേരിക്കയുടെ അതിൻ്റെ അകത്തുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് എങ്ങനെയായിരിക്കും? അതായത് നമുക്ക് ഇസ്രായേലിൻ്റെ കയ്യിലാണ് ശരിക്ക് നമ്മുടെ ഗാസയുടെ ഉത്തരവാദിത്വം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വേറൊരു രാജ്യത്തിന് വന്ന് ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? അല്ല, രാജ്യമില്ലല്ലോ ഇവിടെ. ഇപ്പം ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത് അവർ അതിർത്തി നിശ്ചയിച്ച് അതിൻ്റെ അധികാരം എന്ന് പറയുന്നത് അമേരിക്കക്കാണ് എന്ന് ഇസ്രായേൽ പറയുകയും ഇസ്രായേൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലെത്തിക്കഴിഞ്ഞാൽ അമേരിക്കക്കത് വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം അമേരിക്കയുടെ ഫോഴ്സ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഫോഴ്സാണ്. അപ്പോൾ അമേരിക്ക പട്ടാളക്കാരെയൊക്കെ വിനിയോഗിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ അതിർത്തി നിശ്ചയിക്കുകയും ആ അതിർത്തി അമേരിക്കയുടെ കസ്റ്റഡിയിലായി തീരുകയും ചെയ്യും. എന്നുവെച്ചാൽ അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേൽ നടത്തിയ ഒരു യുദ്ധവും ആ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ലഭിച്ച ഭൂമി എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഇസ്രായേൽ
ദാനം ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പോകാം എന്ന ഒരു സൂചന യഥാർത്ഥത്തിൽ ട്രംപ് അദ്ദേഹത്തിൻ്റെ ഈ സംഭാഷണത്തിലൂടെ നടത്തുന്നുണ്ട്. ട്രംപ് അതൊക്കെ ചെയ്യില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് പനാമ കനാൽ ഞാനിങ്ങെടുക്കും എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പനാമ പിടിച്ചെടുക്കും. രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്സിക്കോ ഉൾക്കടൽ എന്ന് പറയുന്നത് ഇനി അമേരിക്കൻ ഉൾക്കടലായി മാറും. കാനഡ അമേരിക്കയുടെ 51ാം സംസ്ഥാനമായിട്ട് മാറും. അങ്ങനെ ആർക്കും പറയാൻ ധൈര്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ട്രംപ്. കുറച്ച് കഴിഞ്ഞ സമയത്ത് ചിലപ്പോൾ ഈ ഗാസയുടെ കാര്യവും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഞങ്ങൾ അധിനിവേശം നടത്തിയെന്ന് നാളെ ചരിത്രത്തിൽ ആരും പറയില്ല. പകരം അത് ഇസ്രായേലിൻ്റെ ഭൂമി, ഇവരൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഭൂമി കണ്ടെത്തി അത് അമേരിക്കയ്ക്ക് ദാനം കൊടുത്തു. അമേരിക്ക അവിടെ ഒരു വലിയ റിസോർട്ട് കേന്ദ്രമോ ടൂറിസ്റ്റ് കേന്ദ്രമോ നിർമ്മിക്കുന്നു. ചിലപ്പോൾ അതൊരു പക്ഷേ ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ഒരു ജൂത കേന്ദ്രം കൂടെ ഒരു ജൂത പട്ടണമാക്കി മാറ്റാനും ജൂത കേന്ദ്രം ആവണമെന്ന് അവർക്ക് നിർബന്ധമില്ല. കാരണം ജൂതന്മാർക്ക് താമസിക്കാനായിട്ട് ആ സ്ഥലം വേണമെന്ന് അവർക്ക് നിർബന്ധമില്ല. പക്ഷേ നേരത്തെ തന്നെ പലസ്തീൻ എന്ന് പറയുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ജൂത അധിനിവേശം ഗാസയിലേക്ക് നടത്തിക്കൊണ്ടിരുന്നിരുന്നു. കുറേശ്ശെ ഓരോ ദിവസവും കുറേ ജൂതന്മാരെ അങ്ങോട്ട് കുടിയേറ്റി അങ്ങനെ ജൂതന്മാരുടെ ഒരു കേന്ദ്രം കൂടിയായിട്ട് മാറ്റാനുള്ള ശ്രമം നേരത്തെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇസ്രായേലിന് മുമ്പിൽ അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി ഇല്ല, അത്തരത്തിലുള്ളൊരു തന്ത്രം അവർക്കിപ്പോൾ ആവശ്യമില്ല. കാരണം വെച്ചാൽ അവർ നേരെ കയറി അടിച്ച് അത് മുഴുവൻ അവരുടെ കസ്റ്റഡിയായി കഴിഞ്ഞിരിക്കാൻ. അത് അവരുടെ സ്വന്തമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ജൂതന്മാരെ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ജൂത കോളനിയാക്കിയോ മാറ്റുകയോ ജൂതന്മാരുടെ ഒരു വിഹാരരംഗമാക്കി അത് മാറ്റണമെന്ന് യാതൊരു നിർബന്ധം അവർക്കില്ല. പകരം ആ ഭൂപ്രദേശം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് കോംപ്ലക്സ് ആക്കി മാറ്റിയാൽ വരുമാനത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയായിട്ട് മാറാം. അപ്പോൾ വരുമാന ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള ഉപാധിയായിട്ട് കൂടി അതിനെ കണക്കാക്കുന്നു. പിന്നെ ട്രംപ് പറഞ്ഞതിൽ മറ്റൊരു അർത്ഥം ഉള്ളതെന്ന് വെച്ചാൽ മേലാലിവിടെ യുദ്ധങ്ങളില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു വെടി പോലും പൊട്ടുകയില്ല എന്നുള്ള ഒരു ഉറപ്പും കൂടി അതിനകത്തുണ്ട്. കാരണം എന്താണ്, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, പിന്നെ കലാപങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ താമസിച്ചിരുന്നതായിട്ടുള്ള ആളുകളുടെ കാര്യത്തിലും അവർ തീരുമാനത്തിലായി കഴിഞ്ഞു. ആളുകളവിടെ വേണ്ട എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു അവരെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിരിക്കും. എങ്ങോട്ടെന്നുള്ളത് പറഞ്ഞിട്ടില്ല ഇതുവരെ. ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിൽ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അമേരിക്ക ഉണ്ടാക്കിയ ഒരു സ്പേസ് തന്നെയാണ് ഈ ഗാസ. അപ്പോൾ അത് തിരിച്ച് അമേരിക്ക എടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ പാടില്ലേ? അല്ല, കുറേ നാളുകളായിട്ട് നടക്കുന്ന യുദ്ധപ്രക്രിയകൾ, അതിൻ്റെ ഭാഗമായിട്ട് ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ചില ഒത്തുതീർപ്പുകൾ, ഉടമ്പടികൾ, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ ഗാസ നിർമ്മിച്ചു എന്നൊക്കെ വ്യാഖ്യാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും. അതല്ലാതെ നമ്മളതിൻ്റെ വളരെ പഴയ ഒരു ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ പലസ്തീനകത്ത് രൂപപ്പെട്ട ഇസ്രയേലുമൊക്കെ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയായിരുന്നു. ശരി, ബ്രിട്ടനാണ് യഥാർത്ഥത്തിൽ അതങ്ങനെ ചെയ്തിട്ട് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം. ബ്രിട്ടൻ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് പലസ്തീനകത്ത് സ്പേസ് വരികയും അങ്ങനെ ഇസ്രായേൽ രൂപപ്പെടുകയും ചെയ്തു. പിന്നെ ഇസ്രായേലിൽ നിന്ന് മാറിയ ഭാഗമായിട്ട് പലസ്തീൻ വളർന്നു. പിന്നെ ഇവർ തമ്മിലുള്ളതായിട്ടുള്ള സംഘടനകൾ നിരന്തരം നടന്ന് ഇപ്പോൾ ഏതാണ്ട് പലസ്തീൻ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഗാസ എന്ന് പറയുന്നത് ഞങ്ങൾ എടുക്കുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു പട്ടാളക്കാരൻ പോലും ഞങ്ങളുടെ അവിടെ ഉണ്ടാവില്ല, ഞങ്ങൾ പട്ടാളത്തെ അയക്കുന്നില്ല. പക്ഷേ ഇസ്രയേൽ നെയ്യിലിരിക്കുന്ന ഈ പ്രദേശമായിട്ട് മാറിയ ഇതിനെ നേരെ ഇങ്ങോട്ട് കൈമാറും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആത്യന്തികമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. കാരണം മറ്റ് പ്രഖ്യാപനങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിന് എതിരായിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആക്ഷൻ പല സ്ഥലത്തും വന്നു കഴിഞ്ഞു. ഇപ്പോൾ ചൈനയ്ക്കെതിരെ വലിയ നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച സമയത്ത് ചൈന പറയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഞങ്ങളും നികുതി നിശ്ചയിക്കും. കാനഡയ്ക്കെതിരെ ഇതേപോലെ തന്നെ വലിയ നികുതി പ്രഖ്യാപിച്ചു. കാനഡ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി പ്രഖ്യാപിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വ്യാപാര യുദ്ധം മാത്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ സമയത്ത് ബാലൻസ് ചെയ്തേക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ജനതയുടെ ജീവിത ആവാസ വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി അതിനെ മറ്റൊരു തരം ജനങ്ങൾ താമസിക്കുന്ന ഒരു ഇടം അല്ലാത്ത ഒന്നായിട്ട് കണക്കാക്കാനായിട്ട് ട്രംപ് ഉദ്ദേശിക്കുകയും ട്രംപിൻ്റെ മനസ്സിൽ ആത്യന്തികമായിട്ട് റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തിൻ്റെ വിവിധ സങ്കല്പങ്ങൾ, ചിന്തകൾ അതൊക്കെയാണ് ഉയർന്നു നിൽക്കുന്നത്. എന്നുവെച്ചാൽ ആത്യന്തികമായിട്ട് ട്രംപ് ഒരു റിയൽ എസ്റ്റേറ്റുകാരനാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ എങ്ങനെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടായിരിക്കാം.
അപ്പം നമുക്ക് ട്രംപിൻ്റെ മനസ്സിലിരിക്കണ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അറിയാൻ പറ്റുമായിരിക്കും. തീർച്ചയായിട്ടും അത് ഇപ്പോൾ കാരണം പെട്ടെന്ന് അദ്ദേഹം അധികാരത്തിൽ കയറിയതിന് ശേഷം ഉള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ലോകത്തെ പലതരത്തിൽ അമ്പരപ്പിച്ച പ്രഖ്യാപനങ്ങളാണ്. അതിലൊരു ഭാഗം എന്ന് പറയുന്നത് ഈ അനധികൃതരായിട്ട് കുടിയേറിയിരിക്കുന്ന മുഴുവൻ ആളുകളും പുറത്താക്കും എന്നുള്ളതാണ്. അതെല്ലാ രാഷ്ട്രത്തിനും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതാത് രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പുറത്താക്കുക എന്ന് പറയുന്നത് നേരത്തെ അങ്ങനത്തെ നടപടി എന്താണ് അവർ സ്വീകരിക്കാതിരിക്കുന്നത് നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഷയം കുറേ നാളായിട്ട് ഉണ്ടായിരുന്നൊരു വിഷയമാണ്. അപ്പോൾ അവരെ പുറത്താക്കുന്ന ഒരു നിർദ്ദേശം വെച്ചു, നടപടികളിലേക്ക് പോയി. അതേപോലെ തന്നെയാണ് ഈ നികുതി വർധനവിൻ്റെ നിർദ്ദേശങ്ങൾ വെക്കുന്നു, തീരുമാനങ്ങളാകുന്നു. അതിൽ എന്ത് സംഭവിക്കുന്നുള്ള കുറേ ദിവസം കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ട്രംപ് ഓർഡർ ഇടും, അതങ്ങ് നടപ്പാക്കി പോകുന്നു എന്ന് മാത്രം. അല്ല, ട്രംപ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ട്രംപ് വളരെ പ്രായോഗികമായി അവിടെ അദ്ദേഹം പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒന്ന് ഈ ലോകത്തെ ഏറ്റവും ആധികാരികതയുള്ളതും ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള സംവിധാനമാണ്. അതാണ് അമേരിക്ക എന്ന് ലോകത്തെ സ്ഥാപിച്ചു കൊടുക്കലാണ്. അമേരിക്കനിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ലോകത്ത് മുഴുവനും നിയന്ത്രണങ്ങളുണ്ടാകുകയും അമേരിക്ക പറയുന്നത് എല്ലാവരും കേൾക്കുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് കൂടി ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രകടനമാണ് നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനത്തിലുള്ളതെന്ന് കണക്കാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.